السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്തുൽ മുഅ്മിനൂനിലെ 109 വചനത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംനാ وأنت خير الراحمين. ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين. ഈ പ്രാർത്ഥന വന്നിരിക്കുന്നത് പരലോകത്ത് പരാജയപ്പെടുകയും നിന്ദ്യരായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ നരകത്തിൽ നിന്ന് അവർ പടച്ചവനോട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, തേടുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങളതിൽ നിന്ന് പുറത്താക്കി തരണം, ഞങ്ങൾ അക്രമം ചെയ്തു പോയി എന്ന് അവരവരുടെ തെറ്റ് ഏറ്റു പറഞ്ഞ് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു നിങ്ങൾ നിന്ദ്യരായി അത് അനുഭവിച്ചു കൊള്ളുക, ഈ ശിക്ഷയിൽ കിടന്നുകൊള്ളുക, നിങ്ങൾ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ദുനിയാവിൽ എൻ്റെ അടിമകളിൽ നിന്നൊരു പറ്റം ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളതിനെ പരിഹസിച്ച് തള്ളിയതാണ്, നിങ്ങൾ അവരെ കളിയാക്കിയതാണ്. അവരാണിപ്പോൾ യഥാർത്ഥ വിജയികൾ എന്ന് ഈ പ്രാർത്ഥന നടത്തുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു ആരെക്കുറിച്ചാണോ എൻ്റെ അബദുകളിൽ നിന്ന്, എൻ്റെ അടിമകളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്, ആരെക്കുറിച്ചാണോ അവരാണ് വിജയികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾക്ക് കഴിയണം. പ്രാർത്ഥനയുടെ അർത്ഥം പരിശോധിച്ച് നോക്കാം. റബ്ബന, ഞങ്ങളുടെ റബ്ബേ. ഇന്നലെ നമ്മൾ പഠിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, എൻ്റെ റബ്ബേ. ഇവിടെ റബ്ബി എന്നല്ല, റബ്ബന എന്നാണ്, ഞങ്ങളുടെ റബ്ബേ. എന്നിട്ട് പറയുന്നത് ഇതാണ്: ആമന്ന, ഞങ്ങൾ മുഅ്മിനുകളായി, ഞങ്ങൾ വിശ്വസിച്ചു. ആദ്യം നമ്മൾ ചെയ്ത ഒരു നന്മ നമ്മൾ എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത നന്മ എടുത്തു പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ടാക്കും അല്ലെങ്കിൽ ഉത്തരം കിട്ടുക എന്നത് എളുപ്പമാക്കി തീർക്കും എന്നാണ്. നമ്മൾ ചെയ്ത ഒരു നന്മ എടുത്തു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഒരു തരത്തിലുള്ള തവസ്സുലാണ്. ഗുഹയിൽ അകപ്പെട്ട 3 ആളുകൾ അവരാ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചതമ്പുരാനോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോരുത്തരും ചെയ്ത ഓരോ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെയും ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഒരു നന്മ എടുത്തു പറഞ്ഞുകൊണ്ട, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട, റബ്ബന ആമന്ന. എന്നിട്ടാണ് 2 ആവശ്യങ്ങൾ റബ്ബിന്റെ മുന്നിൽ വെക്കുന്നത്. ഒന്ന്, ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേന. ഞങ്ങൾ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന ഈ സമയം, പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് മഗ്ഫിറത്തിന്റെ സമയമാണ്, പാപമോചനത്തിന്റെ സമയമാണ്. അത് റമദാനിന്റെ ഏത് ഭാഗം എന്നൊന്നുമില്ല. റമദാൻ പൂർണ്ണമായും മഗ്ഫിറത്തിന്റെ ഭാഗമാണ്. റമദാൻ കഴിയുന്നതോടുകൂടെ നമ്മൾ ശുദ്ധരായി തീരണം, മനസ്സിൽ പാപക്കറകളൊന്നും ഇല്ലാത്തവരായി തീരണം. അതുകൊണ്ട് നമ്മൾക്ക് ഈ റമദാനിൽ റബ്ബിനോട് നിരന്തരം ചോദിക്കാനുള്ള ഒന്നും, പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന. ഇവിടെ ഈ പ്രാർത്ഥനയിൽ ആദ്യം ആവശ്യപ്പെടുന്നതും അതാണ്, ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണമേ. രണ്ടാമതായി പറയുന്നത് വർഹംന, ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണമേ എന്ന. നിന്റെ കാരുണ്യം, റഹ്മത്ത്,
ഞങ്ങളോടുണ്ടാകണമേ എന്ന്. റഹ്മത്ത് അല്ലാഹു വളരെ കുറച്ച് മാത്രമേ ഈ ദുനിയാവിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. പടച്ചവന്റെ റഹ്മത്തിന്റെ വലിയ ഒരു ഭാഗവും അനുഭവിക്കാൻ കഴിയുക പാരത്രിക ലോകത്ത് വിജയികളായി മാറുന്ന ആളുകൾക്കാണ്. അങ്ങനെ ഇവിടെയും അവിടെയും നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം അനുഭവിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം എടുത്ത് പറയുകയാണ് അവസാനം. അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണമാക്കി തീർക്കുന്ന ഒരു സംഗതിയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതൊക്കെ പൊതുവേ പ്രാർത്ഥനയുടെ ഒരു മര്യാദ ഉണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അഥവാ സ്വലാത്ത് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളത് അത് ഉത്തരം കിട്ടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് എന്ന പ്രാർത്ഥനയ്ക്ക്. ഇവിടെ ഈ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. അതുകൊണ്ട് ഏതുകൊണ്ട്? റബ്ബന ആമന്ന, പടച്ചവനെ ഞങ്ങൾ വിശ്വസിച്ചു, ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് പുറത്തു തരണേ. രണ്ടാമത്തത് വർഹംന, ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണമേ എന്നതാണ്. ഈ രണ്ട് ആവശ്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നതാണ് വഅൻത, നീ ഖൈറുർ റാഹിമീൻ, റഹ്മത്ത് ചെയ്യുന്നവർ. അതാണ് റാഹിമീൻ എന്ന് പറയുന്നത്. റാഹിമൂൻ എന്നവര് ഖൈർ എന്നതിന് അതിലേക്ക് ചേർത്തത് കൊണ്ടാണ് റാഹിമീൻ എന്നത്. റഹ്മത്ത് ചെയ്യുന്നവർ, റഹ്മത്ത് ചെയ്യുന്നവരിൽ ഖൈറാണ്, ഏറ്റവും ഉത്തമനാണ് നീ. കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് നീ. അപ്പോൾ ആവശ്യങ്ങൾ രണ്ടെണ്ണമാണ്, മഗ്ഫിറത്തും റഹ്മത്തും. അതിൻ്റെ മുന്നേ നമ്മളൊരു നന്മ എടുത്ത് പറയുന്നുണ്ട്, ആമന്ന എന്നത്, ഞങ്ങൾ വിശ്വസിച്ചു എന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പടച്ചവനെ പ്രകീർത്തിക്കുന്നുണ്ട്, പടച്ചവനെ പുകഴ്ത്തുന്നുണ്ട്, വഅൻത ഖൈറുർ റാഹിമീൻ എന്ന് പറഞ്ഞിട്ട്. നീ കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് പ്രാർത്ഥനയുടെ ആശയം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഒരു ദുആയായി മാറുക. അങ്ങനെ ദുആ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.